3-ാം സങ്കീർത്തനം 3-ാം വാക്യം, നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. വളരെ പ്രാഗൽഭ്യത്തോടെ ദാവീദ് ദൈവസന്നിധിയിൽ വിളിച്ചു പറയുകയാണ്, എൻ്റെ പരിചയായവൻ, എൻ്റെ മഹത്വമായവൻ, എൻ്റെ തല ഉയർത്തുന്നവൻ. 3 വട്ടമാണ് ആ വാക്യത്തിൽ എൻ്റേത് എന്ന് അവകാശത്തോടെ ദാവീദ് കർത്താവുമായുള്ള ബന്ധത്തിൽ സംസാരിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ വിളിച്ചു പറയണം, എനിക്ക് ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എന്നെ കൈവിടാത്ത ദൈവമാണ്. എൻ്റേതെന്ന് പറയത്തക്ക നിലയിൽ ഞാൻ ദൈവത്തിൻ്റെതാണ്, ദൈവം എൻ്റേതാണ്, ഞാനും ദൈവവും തമ്മിൽ ഒരു അഭേദ്യ ബന്ധമുണ്ടെന്ന് ഉറച്ച് വിളിച്ചു പറയത്തക്ക നിലയിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. എനിക്ക് ചുറ്റും പരിച, എൻ്റെ മഹത്വം, എൻ്റെ തല ഉയർത്തുന്നവൻ. ആ വാക്യത്തിൽ വളരെ ശക്തമായ ഒരു ദൈവിക സന്ദേശമുണ്ട്. തല ഉയർത്തുന്നവനായ ഒരു ദൈവം. തല കുനിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, അപമാനിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. തലമുറകളുടെ വിഷയത്തിൽ, ഭാവിയോടുള്ള ബന്ധത്തിൽ, ഇപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ, ഏത് പ്രതിസന്ധികളുടെ നടുവിലും നീ തല കുനിഞ്ഞു നിൽക്കുന്നത്, അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ നിന്റെ തല കുനിയാതെ, നിന്നെ അപമാനിതനാക്കാതെ, അപമാനിതയാക്കാതെ മാന്യതയോടെ തല ഉയർത്തിപ്പിടിച്ച് നടത്താൻ നിന്നെ സഹായിക്കുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ കൃപയിൽ പരിപൂർണമായി നിങ്ങൾ ആശ്രയിക്കുക. ഈ സമയം വിളിച്ചു പറയുക, എൻ്റെ ദൈവം എനിക്ക് ചുറ്റും പരിചയമാണ്, എൻ്റെ ദൈവം എൻ്റെ മഹത്വമാണ്, എൻ്റെ ദൈവം എൻ്റെ തല ഉയർത്തുന്നവനാണ്. ആരൊക്കെ നിങ്ങളുടെ തല കുനിക്കാൻ ശ്രമിച്ചാൽ, ആ തല കുനിയാതെ നിങ്ങളുടെ ശിരസ്, നിങ്ങളുടെ മാന്യത, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ സ്വസ്ഥത ആരും എടുത്തു കളയാതെ വണ്ണം നിങ്ങളെ മാന്യതയോടെ നിർത്താൻ ഈ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.